അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ കോണ്ടൂർ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ഓവർ എ കർവ് ഇൻ സ്പേസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ് എ ഫംഗ്ഷൻ, ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ, എ 3 വേരിയബിൾ ഫംഗ്ഷൻ over a curve C. So it is usually denoted like this: integral of f over curve C, integral of a 3 variable function f over a curve C. And നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു ഇൻ്റഗ്രൽ കണ്ടുപിടിക്കേണ്ടി വന്നാൽ നമുക്ക് അതിൻ്റെ ഫോർമുല അറിയാം. എന്താണ് ഫോർമുല? ഇതാണ്. ഈ കർവ് സീനെ നമ്മൾ പാരാമീറ്ററൈസ് ചെയ്തു. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ കർവ് സി എന്നുള്ളത് will be converted to integration over the interval of parameter. You will write f in terms of t. Actually f was a 3 variable function of x, y and z. ഈ എക്സിനെ വൈനെ സെഡിനെ ഒക്കെ നമ്മൾ ടിയുടെ ടേംസിൽ എഴുതിയിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ എഫിനെ എന്തിലെഴുതും? ടിയുടെ ടേംസിൽ എഴുതും. ആക്ച്വലി ഈ ഫംഗ്ഷൻ എന്തായിരുന്നു? ഒരു 3 വേരിയബിൾ ഫംഗ്ഷൻ ആയിരുന്നു. integral of f of x, y, z ds എന്നായിരുന്നു. Okay, and ds is nothing but modulus of dr by dt. So this is the formula for line integral. Integral of a function f over the curve C is integral a to b f of t mod dr by dt dt, where r of t denotes the parametric ഹലോ നമ്മുടെ ക്ലാസ് എടുക്കണോണ്ടാണ് ഇത്ര ഉണ്ടാക്കണം. So r of t is the parametric vector function of the curve C, and the parameter varies over the interval AB. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിരിക്കണം. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ കർവ് സീനെ പാരാമീറ്ററൈസ് ചെയ്യാം. കർവ് സീനെ ഒരു സ്മൂത്ത് പാരാമീറ്ററൈസേഷൻ എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ്, നമുക്ക് വേറെ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കിക്കേ. എഫിനെ ഇൻ ടേംസ് ഓഫ് ടി എഴുതണം. വേണമെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിക്കാം. അടുത്ത സ്റ്റെപ്പിൽ അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാം. മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് ഈ ഫംഗ്ഷനെ ഇൻ ടേംസ് ഓഫ് ടി എഴുതണം. അപ്പോൾ നമുക്ക് ഓൺ ദ കർവ് സി എക്സും ഇൻ ടേംസ് ഓഫ് ടി എഴുതാം, വൈനെ ഇൻ ടേംസ് ഓഫ് ടി എഴുതാം, ഇസഡിനെ ഇൻ ടേംസ് ഓഫ് ടി എഴുതാം. Therefore on this curve C, എഫിനെ നിങ്ങൾക്ക് ഇൻ ടേംസ് ഓഫ് ടി എഴുതാം. എഫ് ആക്ച്വലി എക്സ് വൈ സെഡിലെ ഫംഗ്ഷൻ ആയിരിക്കും. യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി by replacing x, y and z in terms of the parameter t. അങ്ങനെയും കൂടി എഫും കൂടി എഴുതി കഴിഞ്ഞാൽ then you can find the integral over c f ds is nothing but integral a to b f in terms of t mod dr by dt dt. ഇത് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഒരു പ്രോബ്ലം നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ആദ്യം ഒരു പ്രോബ്ലം. Evaluate the line integral of, അല്ലെങ്കിൽ integrate എന്നായിരിക്കും, f is equal to 3x square minus 2y plus z over the line segment C joining
origin to the point 2, 2, 2. So നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ എന്താണ്, കേർവ് സീനെ പാരാമെട്രൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ കേർവ് സി എന്താ നോക്കുക. ഓക്കെ, അപ്പോൾ പ്രോബ്ലത്തിന് ആൻസർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ കേർവ് സി എന്താ നോക്കുക. കേർവ് സി എന്ന് പറഞ്ഞ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് എ ലൈൻ സെഗ്മെന്റ്. കേർവ് സി ഇസ് ഹിയർ, ഇറ്റ് ഈസ് എ ലൈൻ സെഗ്മെന്റ് joining origin to the point 2, 2, 2. So ഇതിനെ പാരാമെട്രൈസ് ചെയ്യണം. ആൻഡ് യു നോ ദാറ്റ് ലൈൻ സെഗ്മെന്റിന്റെ പാരാമെട്രിക് വെക്റ്റർ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ. x1 y1 z1 to x2 y2 z2 ഉള്ള ഒരു ലൈൻ സെഗ്മെന്റിന്റെ പാരാമെട്രൈസേഷൻ എന്താണ്, x is equal to x1 plus t into x2 minus x1. ഇവിടെ എന്താ വരിക അപ്പോൾ, x1 പകരം 0 സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ x coordinate plus t into the difference in the x coordinates, 2 minus 0. So you will get 0 plus 2t, 0 plus 2t, which is 2t. Y is y1 plus t into y2 minus y1. So here it is second coordinate, y coordinate of the starting point plus t into difference in the y coordinates, difference in the y coordinates no, it is again 2 minus 0. So you will get 0 plus 2t, you get 2t. Z is z coordinate, first starting point in the z coordinate plus t into difference in the z coordinate. So you will get 0 plus t into difference in the z coordinates, again 2 minus 0. You will get 0 plus 2t, that is 2t. So you have the line segment from x1 y1 to z1 to x2 y2 z2. The parameter t varies from where the parameter t varies from 0 to 1. So you can write the parametric vector equation of the curve C. R of t is equal to curve C the parametric vector function. നമുക്ക് എഴുതാം r of t is equal to x എന്താണ് 2t I plus y is again 2tj plus z coordinate 2tk, where t varies from 0 to 1. ഇതിൽ നമ്മൾ കുട്ടികളെ എപ്പോഴും മറന്നു പോണ ഒരു കാര്യം, ഈ എയും ബിയും, ഇവിടെ എയും ബിയും എന്താണ്, ഇന്റഗ്രൽ a to b യിലെ എയും ബിയും പാരാമീറ്റർ ഡൊമൈൻ്റെ പാരാമീറ്റർ ഇന്റർവെല്ലിന്റെ എൻ പോയിന്റ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ 0യും 1ഉം ആണ് എയും ബിയും. ഇന്റഗ്രൽ a to b എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to 1. അത് ഇടയ്ക്ക് പിള്ളേർ മറന്നു പോകാറുണ്ട്, അത് ഓർത്തേക്കട്ടെ. ബാക്കി എല്ലാം എഴുതിയിട്ട് എയും ബിയും എവിടെന്നാ മിസ്സേ എന്ന് ചോദിക്കാറുണ്ട് പിള്ളേർ, അത് ഓർക്കുക. അപ്പോൾ r of t കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. So then you can write dr by dt. What is dr by dt? 2t derivative 2. 2t derivative again 2. So you get the derivative കിട്ടി. ഇനി എന്ത് വേണം, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിന്റെ മോഡുലസ് കണ്ടുപിടിക്കാം. മോഡുലസ് ഓഫ് dr by dt. So you will get root of x coordinate square plus y coordinate square plus z coordinate square. You will get 4 plus 4 plus 4. You will get root 12. root 12 എന്ന് തന്നെ എഴുതിയാലും മതി, അല്ലെങ്കിൽ 12നെ 4 into 3 എന്ന് എഴുതിയിട്ട് 4നെ നമുക്ക് റൂട്ടിന്റെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 2 root 3 എന്ന് എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ മോഡ് dr by dt എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ഫോമുല വേണമെങ്കിൽ ആദ്യം തന്നെ എഴുതി വെച്ചാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടും. ഫോമുല എഴുതി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എഫിനെ ഇൻ ടേംസ് ഓഫ് ടി എഴുതണം. അപ്പോൾ എഫ് എന്താന്ന് നോക്കാം. ഓൺ ദ കർവ് സി എക്സസ് ഇതാണ് മുകളിൽ എഴുതിയിട്ടുണ്ട്, വാട്ട് ഇസ് എക്സ് എന്ന്. എക്സ് ഇസ് 2t. ഓക്കെ, എക്സ് ഇസ് 2t, y is 2t and z is also 2t. So that therefore f, what is f here? f is, ക്വസ്റ്റ്യനിൽ എന്താണ് f എന്ന് നോക്കിക്കേ. f എന്ന് പറയുന്നത് ഇത്തിരി വലിയ ഫംഗ്ഷൻ ആയിരുന്നു. 3x square minus 2y
പ്ലസ് ഇസഡ് ആയിരുന്നു. അപ്പോൾ എഫിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ടി നമുക്ക് എന്തെന്ന് എഴുതാം? 3 into x square. x square എന്ന് പറഞ്ഞാൽ 2t square. Minus 2y. y is again 2t. Plus z. z is again 2t. So you will get 3 into 4t square minus 2 into 2t plus 2t. You will get 12t square minus 4t plus 2t. You get 2t minus 2t. So f gitti. Then you can write the formula. Integral of f over the curve C is nothing but integral a to b. f is written in terms of t. ds is mod dr by dt. dt ഇത് എഴുതണം കേട്ടോ. ഫോമുലയ്ക്ക് മാർക്ക് ഉണ്ടാവും. അപ്പോൾ ഫോമുല എന്തായാലും നിങ്ങൾ എഴുതണം. ഇതാണ് ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോമുല. ഇനി നിങ്ങൾ ഇതൊന്ന് അപ്ലൈ ചെയ്താൽ മതി. വാട്ട് ഇസ് എ ഹിയർ? എ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എ എന്ന് പറയുന്നത് 0 ആണ്. ബി എന്ന് പറയുന്നത് 1 ആണ്. എഫ് എന്താ കിട്ടിയത്? എഫ് 12t സ്ക്വയർ മൈനസ് 2t. അത് എഴുതാം. 12t സ്ക്വയർ മൈനസ് 2t. ആ പറയൂ. 0 to 1 ആണോ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ പാരാമെട്രൈസേഷൻ, ലൈൻ സെഗ്മെന്റിന്റെ പാരാമെട്രൈസേഷൻ ഓർമ്മയുണ്ടെങ്കിൽ അറിയാം. x1 y1 z1 to x2 y2 z2 ഉള്ള ലൈൻ സെഗ്മെന്റ് പാരാമെട്രൈസ് ചെയ്യുമ്പം ഇങ്ങനെയാണ് പാരാമെട്രൈസ് ചെയ്യണേ. ഇതായി കാണുന്നതാണ് പാരാമെട്രൈസേഷൻ. അതിൽ t=0 കൊടുക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടും. t=1 കൊടുക്കുമ്പോഴാണ് ആ എൻഡിങ് പോയിന്റ് കിട്ടണേ. അപ്പോൾ അവിടെ പാരാമെട്രൈസേഷനിൽ t ഇങ്ങനെ ആർബിട്രറി ആയിട്ട് വേരി ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ലൈൻ, ദ ലൈൻ പാസിംഗ് ത്രൂ പി ആൻഡ് ക്യൂ. പക്ഷെ പി ക്യൂ എന്നുള്ള ലൈൻ സെഗ്മെന്റ് കിട്ടാനായിട്ട് യു നീഡ് ടു വേരി ടി ഫ്രം 0 to 1 ഓൺലി. 0 ആണെങ്കിൽ 1 വരെ വേരി ചെയ്താൽ ലൈൻ സെഗ്മെന്റ് കിട്ടും. ആ പാരാമീറ്ററിന്റെ ഇന്റർവെൽ ഡൊമെയിൻ്റെ എൻ പോയിന്റ്സ് ആണ്, ഇന്റർവെൽ ഓഫ് പാരാമീറ്ററിന്റെ എൻ പോയിന്റ്സ് ആണ് ഇവിടുത്തെ എയും ബിയും. അത് മറന്നു പോരുത്. അത് കിട്ടി. എഫിനെ ഇൻ ടേംസ് ഓഫ് ടി എഴുതി. ഇനി മോഡ് ഡി ആർ ബൈ ഡി ടി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് 2√3. അത് എഴുതി. 2√3 dt. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കോൺസ്റ്റന്റ് ടേംസ് ഒക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. 2√3 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. ആദ്യത്തെ 12t സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ 12 into t സ്ക്വയറിന്റെ ഇന്റഗ്രൽ t³/3 വിത്തിൻ ദ ലിമിറ്റ് 0 to 1. മൈനസ് 2tയുടെ ഇന്റഗ്രൽ 2 പുറത്തേക്ക് എടുത്തു. ടിയുടെ ഇന്റഗ്രൽ t²/2 വിത്തിൻ ദ ലിമിറ്റ് 0 to 1. ഓക്കെ, സോ ഈ വാല്യൂസും കൂടി ഒന്ന് കൊടുത്താൽ മതി. ലിമിറ്റ്സ് കൊടുക്കുക. 2√3 into 12 into വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളയാട്ടോ. 1/3 minus 2 into 1 minus 0 again 1/2. So you will get ഇത് കട്ട് ചെയ്യാം 4, ഇത് കട്ട് ചെയ്യാം 1. So you will get 2√3 into 4 minus 1. 2√3 into 3. That is 6√3. ഇതാണ് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. ആൻസർ മനസ്സിലായില്ലേ? എളുപ്പമല്ലേ ചെയ്യാൻ? പ്രോബ്ലം ചെയ്യാനായിട്ട് ഈ ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യൽ എന്താണെന്നോ അല്ലെങ്കിൽ ഒന്നും അറിയണമെന്നില്ല. ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. ഫംഗ്ഷൻ നിങ്ങളൊരു 3 വേരിയബിൾ ഫംഗ്ഷൻ തന്നു, ഒരു കേർവ് തന്നു. കേർവ് ആദ്യം പാരാമീറ്ററൈസ് ചെയ്യുന്നു. കേർവിൻ്റെ അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുന്നു. ഡെറിവേറ്റീവ് വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻ എഴുതുന്നു. അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുന്നു. എഫിനെ ഇൻ ടേംസ് ഓഫ് ദി പാരാമീറ്റർ എഴുതുന്നു. ഓൺ ദ കേർവ് സി എഫ് ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് ദി പാരാമീറ്റർ ആൻഡ് ദെൻ യൂസ് ദ ഫോർമുല ഇന്റഗ്രൽ ഓഫ് സി എഫ് ഡി എസ് ഇസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി മോഡ് dr by dt dt. That's all.